വലിയ നഷ്ടമാണ് കച്ചവടക്കാർക്ക് ഉണ്ടാക്കിയത്. പ്രധാനമായി കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ്, പിന്നെ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ ഇവിടെ വന്ന മന്ത്രി പറയുന്നത് ഞാൻ കേട്ടു. കേരള സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹം. അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി ശക്തിപ്പെടുത്തണം, ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആണെന്ന് ഉറപ്പുവരുത്തണം. തെരുവിൽ ഇതുപോലെ ഒരു വലിയ സംഭവം ഉണ്ട്. LDF ഗവൺമെൻറ്, ഞാനന്ന് മന്ത്രിയാണ്, സംഭവം അറിഞ്ഞ് ഞാൻ അവിടെ സ്ഥലത്തെത്തി. അന്ന് നമുക്ക് മിഠായി തെരുവിൽ പെട്ടെന്ന് ഫയർ എഞ്ചിനൊന്നും എത്താൻ, വണ്ടികൾക്ക് എത്താൻ സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ചില പരിഹാര നടപടികളൊക്കെ അന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതുപോലൊരു സംഭവം ആ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ യാദൃശ്ചികമായിട്ടാണ് കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിൽ ഇത് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഇന്നലെ തന്നെ ജില്ലാ കലക്ടർ പറഞ്ഞു, ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവാനിടയായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുക. അതൊരു നല്ല നിലപാടാണ്. ശാസ്ത്രീയമായി അന്വേഷിക്കണം, എന്നിട്ട് ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇന്നലെ കോർപ്പറേഷനും ജില്ലാ ഭരണ സംവിധാനവും ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം, പോലീസ്, പിന്നെ അതിലെല്ലാം ഉപരി ഇവിടുത്തെ തൊഴിലാളികൾ കാണിച്ച ആത്മധൈര്യം ഞാൻ അതിനെ അഭിനന്ദിക്കുക. ഇന്നലെ തന്നെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഈ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന ഈ കാറ്ററിംഗ് തൊഴിലാളികൾ, അവർ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളോടൊപ്പം അതിസാഹസികമായ നിലയിലാണ് ദുരന്ത നിവാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ കച്ചവടക്കാർ, തൊഴിലാളികൾ, ജീവനക്കാർ, ഇവരെല്ലാവരും നേരിട്ട ഈ ദുരന്തത്തെക്കുറിച്ച് അധികൃതർ സമഗ്രമായ അന്വേഷണം നടത്തി മനസ്സിലാക്കണം. എന്നിട്ട് അതിന് ഫലപ്രദമായ പരിഹാര നടപടികൾ സ്വീകരിക്കണം. ഗവൺമെൻറ് തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിരന്തരമായിട്ട് തീപിടുത്തം ഉണ്ടാവുന്നുണ്ട്. നേരത്തെ മിഠായി തെരുവിലുണ്ടായ കാര്യമൊക്കെ സൂചിപ്പിച്ചു. പക്ഷെ എന്തുകൊണ്ട് കൂടുതൽ ഫയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചൊന്നും ഇതിലും ആലോചിക്കുന്നില്ല? പ്രത്യേകിച്ച് ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ അങ്ങനെ സംവിധാനം വേണ്ടതല്ല. മനസ്സിലാക്കേണ്ട, ഈ തീപിടുത്തം എന്ന് പറയുന്നത് നമ്മളായിട്ട് നിയന്ത്രണത്തിലല്ല. നിരന്തരം എന്ന് പറഞ്ഞാൽ 2008-ലോ 2009-ലോ മറ്റാണ് മിഠായി തെരുവ് തീപിടുത്തം എന്ന് പറഞ്ഞാൽ. അടുത്ത കാലത്തൊന്നുമല്ല, എത്ര വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം നമ്മളെക്കാളൊക്കെ എത്രയോ സാങ്കേതികമായി സാമ്പത്തികമായി ഉയർന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു പ്രദേശം മുഴുവൻ തീപിടുത്തത്തിൽ കത്തിയെരിഞ്ഞു പോയി. അപ്പം അത് യാദൃശ്ചികമായി സംഭവിക്കുന്ന പ്രകൃതി കോപം പോലെ തന്നെ വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഓരോ സംഭവം വരുമ്പോഴും ശാസ്ത്രീയമായി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കാനുമാണ് ഭരണ സംവിധാനം നടപടി സ്വീകരിക്കുന്നത്. അത് ചെയ്യുമെന്ന് എല്ലാവരും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ, അത് കറക്റ്റ്. അല്ലാതെ ഇത് വേണം, അത് വേണം, അത് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നും വേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ ഇടയായിട്ടുള്ള സാഹചര്യത്തിൽ ശാസ്ത്രീയമായി പരിശോധിക്കുക. അത് നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. എന്നിട്ട് അതിന് ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാകും. നമ്മൾ പെട്ടെന്നൊരു ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും വികാരം കൊണ്ടുകൊണ്ട് മാത്രമായില്ല, പരിഹാര നടപടികൾ ശാസ്ത്രീയമായി സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ് അതിന് ആ നിലയിൽ ആലോചിക്കുന്നുണ്ട്. അല്ല, ആ പോരായ്മകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരിഹരിക്കണം തന്നെ അഭിപ്രായം. നിങ്ങളും ിരുന്നു പക്ഷേ ആ സംഭവം നടക്കുമ്പോൾ അത്തരം വിഷയത്തിലേക്ക് കടന്നില്ല എന്നൊരു പക്വത എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്താം. തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.